ഡോക്ടർ ഇപ്പോൾ ബ്രീത്തിങ് കണ്ടീഷനെ പറ്റിയും ചെസ്റ്റ് ഇൻഫെക്ഷനെയൊക്കെ പറ്റി പറഞ്ഞതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. ഈ ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾ പലപ്പോഴും ന്യൂമോണിയയായി മാറാൻ സാധ്യതയുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ എന്തെല്ലാം തരം പ്രശ്നങ്ങളാണ് ഇത്തരത്തിൽ ന്യൂമോണിയയായി മാറുന്നത് ഡോക്ടർ? പല കുട്ടികൾക്കും, അതായത് ഒരു സാധാരണ കുട്ടിക്ക് ഒരു 6 to 8 6 മുതൽ 8 ഇൻഫെക്ഷൻസൊക്കെ ഒരു വർഷം ഉണ്ടാകാം. ഇപ്പോൾ ഒരു പ്ലേ സ്കൂളിൽ പോകുന്ന കുട്ടിയാണെങ്കിൽ ഇൻഫെക്ഷൻ്റെ റേറ്റ് കുറച്ചുകൂടെ കൂടുതലായിരിക്കും. പക്ഷേ സാധാരണ ഇങ്ങനെ വരുന്ന ഇൻഫെക്ഷൻസ് എല്ലാം ന്യൂമോണിയ ആകാറില്ല. ചില കുട്ടികൾ, ഇപ്പോൾ ഒരു അലർജിക് ടെൻഡൻസി ഉള്ള കുട്ടികളിൽ, ആസ്മയുടെ അങ്ങനെയുള്ള കുട്ടികൾക്ക് ന്യൂമോണിയ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്, വീണ്ടും ന്യൂമോണിയ ഉണ്ടാവാനുള്ളൊരു സാധ്യതയുണ്ട്. പിന്നെ പോഷകാഹാരക്കുറവ് എന്ന് പറയുന്നത് ഒരു നമ്മുടെ ഇടയിലുള്ള ഒരു പ്രധാന പ്രശ്നമാണ്, മാൽന്യൂട്രീഷൻ. അപ്പോൾ അതെല്ലാം നമ്മുടെ ഇമ്മ്യൂണിറ്റി കുറയ്ക്കാം. അപ്പം അതും അങ്ങനെയുള്ള അവസ്ഥയും ന്യൂമോണിയ വരാൻ സാധ്യതയുള്ള ഒരു അവസ്ഥയാണ്. ഇത് കൂടാതെ ഇപ്പോൾ ഹാർട്ടിന് ഹോളുള്ള കുട്ടികൾ, VSD ഉള്ള കുട്ടികൾ, അങ്ങനെയുള്ള കുട്ടികൾക്കൊക്കെ പലപ്പോഴും ചെസ്റ്റ് ഇൻഫെക്ഷൻസ് ഫ്രീക്വൻ്റ് ആയിട്ട് കിട്ടാം, അവർക്ക് ന്യൂമോണിയ ഉണ്ടാവും. ഇങ്ങനെയുള്ള പിന്നെ ഇപ്പോൾ ഒരു സെറിബ്രൽ പാൾസിയോ അല്ലെങ്കിൽ ബ്രെയിൻ സംബന്ധമായ അസുഖമുള്ള കുട്ടികൾക്ക് ഇങ്ങനെ ലങ്സിലേക്ക് ആസ്പിറേറ്റ് ചെയ്യുക എന്ന് പറയും. അതായത് സാധാരണ നമ്മൾ വിഴുങ്ങുമ്പോൾ വെള്ളം, നമ്മുടെ തുപ്പലും വെള്ളം എല്ലാം നേരിട്ട് സ്റ്റൊമക്കിലേക്ക് പോവുകയാണ്. പക്ഷേ ഇങ്ങനെയുള്ള കുട്ടികൾക്ക് അത് തിരിച്ച് നമ്മുടെ ലങ്സിലേക്ക് ആസ്പിറേഷൻ വരാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് ന്യൂമോണിയയ്ക്ക് സാധ്യത കൂടുതൽ.